വിശ്വാസിയായ മണിയാണ് സംസാരിച്ചത്. മണി പറയുന്നത് അവർ വളരെ സുരക്ഷിതമായ സ്ഥലത്താണ് കിടന്നത്. സുരക്ഷിതമെന്ന് പറയുമ്പോൾ റോഡാണ്, എങ്കിൽ പോലും വാഹനങ്ങൾക്ക് തുറന്നു കൊടുക്കാത്ത റോഡിലാണ് അവർ കിടന്നുറങ്ങിയിരുന്നത്. ഡിവൈഡർ ഇടിച്ച് അതിന് മുകളിലൂടെയാണ് വണ്ടി ഇവരുടെ അടുത്തേക്ക് ചെന്നത്. അത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്നാണ് മണി ഇപ്പോൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ പോലും ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പോലും പറ്റാത്തത്ര വേഗതയിലായിരുന്നു വണ്ടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തടി കയറ്റിയെന്ന് അത്രയും ഭാരമുള്ള ലോറിയാണ് ഈ ഉറങ്ങിക്കിടന്നവരുടെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറിയത്. നേരത്തെ രാജു സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമുക്ക് ചിന്തിക്കാൻ പോലും ആകാത്തത്ര, തിരിച്ചറിയാനാകാത്ത വിധം മൃതദേഹങ്ങൾ ലഭിച്ചു എന്ന് പറയുമ്പോൾ അത്രയും ഭാരമുള്ള ലോറി ഉറങ്ങിക്കിടക്കുന്നവരിലേക്ക് പാഞ്ഞു കയറിയതിൻ്റെ ഒരു ഫലമാണത്. എന്തായാലും 5 പേർ മരിച്ചു ദാരുണമായി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. 7 പേർക്ക് പരിക്കുണ്ട്. ഈ ലൈസൻസ് ഇല്ലാത്ത ക്ലീനറാണ് ലോറി ഓടിച്ചതടക്കമുള്ള നമുക്ക് സ്ഥിരീകരിക്കാനാകാത്ത റിപ്പോർട്ടുകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. മദ്യപിച്ചിരുന്നു എന്ന് പറയുന്നു, അതേസമയം ഉറങ്ങിപ്പോയതാണ് എന്ന് പറയുന്നു. എന്തൊക്കെ തന്നെയായാലും അമിത വേഗതയാണ് ഇതിന് കാരണം എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്, പ്രാഥമികമായി മനസ്സിലാകുന്നു. രാജു തുടരുന്നുണ്ട്. രാജു, ഇപ്പോൾ അപകടം നടന്ന് എത്ര മണിക്കൂറാകുന്നു? 5 മണിക്കാണ്, 4 മണിയോടെയാണ് അപകടം ഉണ്ടായത് എന്ന് പറയുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവിടെ ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ഇവ മദ്യപിച്ചിരുന്നു എന്നൊക്കെയുള്ള പരിശോധനകളൊക്കെ ഇതിനകം പൂർത്തിയായി കാണുമല്ലോ അല്ലേ? ഡ്രൈവർമാർ 2 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഈ 2 പേർ വാഹനത്തിലുണ്ടായിരുന്നതിൽ നിന്നും ക്ലീനറാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. ഇതിൽ പോലീസ് ഇപ്പോൾ ഇവർ 2 പേരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെ മദ്യം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതിന്റെ പരിശോധന നടത്തിയിട്ട് അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അധികം വൈകാതെ തന്നെ നമുക്കത് പുറത്തുവിടാനാകും. ഒപ്പം ഈ 2 പേരെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വാഹനം ഏകദേശം 200 മീറ്റർ അകലെ മാറിയാണ് ഇവരെ ഇടിച്ചതിന് ശേഷവും വാഹനം നിർത്തിയിട്ടുള്ളത്. അവിടെ നിന്നും വാഹനം ഇപ്പോൾ അവിടെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം ഈ ഡിവൈഡർ ഇടിച്ച സ്ഥലത്ത് നിന്നും 50 മീറ്ററോളം അകലെയാണ് ഇവർ ടെന്റടിച്ച് കിടന്നിരുന്നത്. സാധാരണ ഇവർ പല കച്ചവടത്തിനായിട്ട് എത്തിയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ ഇവിടെ മറ്റു സ്ഥലങ്ങളിലാണ് കിടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിലൂടെ വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. അതോടൊപ്പം തന്നെ ഡിവൈഡർ വെച്ച് വാഹനങ്ങൾ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ടാണ് ഇവർ അവിടെ തമ്പടിച്ചിരുന്നത്. ഈ സുരക്ഷിത കേന്ദ്രത്തിലേക്കാണ് ഈ ഡിവൈഡർ ഇടിച്ചു മാറ്റിയ ശേഷം, ഇടിച്ചപ്പോൾ പോലും വാഹനം നിർത്താനുള്ളൊരു ടെൻഡൻസി ഡ്രൈവറുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഈ ഇടിച്ചു കഴിഞ്ഞതിന് ശേഷം 50 മീറ്റർ അകലെ കിടന്നുറങ്ങുകയായിരുന്ന ഇവരുടെ ദേഹത്തു കൂടിയാണ് ഇപ്പോൾ ലോറി കയറി ഇറങ്ങിയത്. എന്നിട്ടും 220 മീറ്ററോളം അല്ലെങ്കിൽ 200 മീറ്ററോളം അപ്പുറത്താണ് ഇപ്പോൾ വാഹനം നിർത്താനായിട്ട് ഇവർക്ക് സാധിച്ചത്. അതിൽ നിന്ന് ആണ് ഈ ദൃക്സാക്ഷികൾ പറയുന്നത് ഇവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതോടൊപ്പം തന്നെ ഈ ഡ്രൈവറല്ല, പകരം ക്ലീനർ ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത് എന്നുള്ള ഒരു അഭ്യൂഹം കൂടെ പുറത്തു വരുന്നത്. ഇത്തരത്തിൽ ഇനി കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് മാത്രമേ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെട്ടു വരികയുള്ളൂ. പോലീസ് ഇപ്പോൾ ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാഹനവും ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ഭാഗം പോലീസ് ഇപ്പോൾ ബന്ദോബസ്താക്കി മാറ്റിയിട്ടുണ്ട്. അശ്വതി, ഇതാണ് 4 മണിയോടെയാണ് അപകടമുണ്ടായത്. പുലർച്ചെ 4 മണിക്ക് കിടന്നുറങ്ങുകയായിരുന്ന നാടോടി സംഘത്തിന് മുകളിലേക്കാണ് തടി കയറ്റി വന്ന ലോറി പാഞ്ഞു കയറിയത്. 5 പേർ തൽക്ഷണം മരിക്കുകയായിരുന്നു. ബാക്കി പരിക്കേറ്റവരെ ആശുപത്രികളിലാക്കിയിട്ടുണ്ട്. അതിലൊരാളുടെ നില ഗുരുതരമായി തുടരുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും വാഹനം കടത്തിവിടാത്ത റോഡിന്റെ ഒരു വശത്താണ് ഇവർ കിടന്നിരുന്നത്. പുതിയ റോഡിന്റെ ഒരു വശത്താണ് കിടന്നിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഡിവൈഡർ ഉണ്ട്, അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അതുവഴി വരില്ല എന്നുള്ള സുരക്ഷിതമായ സ്ഥാനം എന്ന് കരുതിയാകണം അവർ അവിടെ കിടന്നത്. കുറേ നാളുകളായി അവർ അവിടെ തന്നെയാണ് ഉറങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഇന്നലെ ഈ ക്ലീനർ ആയിരുന്നോ ലോറി ഓടിച്ചിരുന്നത്, ലൈസൻസ് ഇല്ലാത്ത ക്ലീനറാണോ വണ്ടി ഓടിച്ചിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് വരേണ്ടതുണ്ട്. എന്തുതന്നെയായാലും രാവിലെ ആളുകൾ ഉണ്ടായിരുന്നു റോഡിൽ. അതുകൊണ്ട് തന്നെ ഈ പരിക്കേറ്റവരെ വളരെ പെട്ടെന്ന് ആശുപത്രികളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരാളുടെ ഒഴിച്ച് ബാക്കിയുള്ളവരുടെ നില ഗുരുതരമല്ല എന്നാണ്, നിസാര പരിക്കുകളാണുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തുതന്നെയായാലും ഇപ്പോൾ ഈ ലോറി ഡ്രൈവറെയും ക്ലീനറെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് കാരണം. അമിത വേഗത്തിലായിരുന്നു ലോറി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഈ സമയത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.
രാജു, ഈ പരിക്കേറ്റവരുടെ നില അത് നമുക്ക് അവരെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അവരിൽ നിന്നുമാണ് ഇനി ഇത് ഏത് സ്വദേശികളാണെന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഉള്ളത്. അവരിപ്പോൾ ഏതൊക്കെ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്, അവരുടെ നില എങ്ങനെയാണ്? ആക്ച്വലി പരിക്കേറ്റ 7 പേരാണ് ഇപ്പോൾ ഉള്ളത്. ഈ 7 പേരെയും ഇപ്പോൾ സമീപത്തുള്ള ആശുപത്രിയിലും അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂർ ആശുപത്രിയിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇവരിൽ ഒരാളുടെ നില മാത്രമാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ളത്. ബാക്കിയുള്ളവരെ ശരി രാജു, ഞാൻ രാജുവിലേക്ക് വരാം. ഇപ്പോൾ സിസി മുകുന്ദൻ MLA നമുക്കൊപ്പം ചേരുകയാണ്. MLA, അതിദാരുണമായ വാർത്തയാണ് രാവിലെ തൃശ്ശൂരിൽ നിന്നും വരുന്നത്. 5